മലു തെറാപ്പിസ്റ്റിൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ ഉള്ളത് രജിസ്റ്റേർഡ് സൈക്കോ തെറാപ്പിസ്റ്റ് ജോസഫ് തോമസ്. ചേട്ടാ ഹലോ. ഹായ്. ഞാൻ റീസെൻ്റായിട്ട് കണ്ടൊരു മൂവിയാണ് വാഴ 2. ഞാൻ ഭയങ്കര എന്താ പറയുക മൂവിയുടെ ഫാനായിപ്പോയി. ആശ്രമം പിള്ളേർ തൂക്കി എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു തിയേറ്ററിൽ ഭയങ്കര തിയേറ്റർ മൊമെൻറ്റ്, തിയേറ്റർ വാച്ച് പാടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര കോമഡി ഹ്യൂമറസ് ആയിട്ട് കൊണ്ടുപോയിട്ട് സെക്കൻഡ് ഹാഫിൽ ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ എന്നൊക്കെ പറയുന്ന ഒരു മൂവിയാണ്. കൂടെ ഉള്ളവന്മാരൊക്കെ അങ്ങ് പോവും, അവസാനം പുറത്തിറങ്ങാനും കലങ്ങിയിരിക്കാനൊക്കെ ആരും കാണത്തില്ല. അപ്പോൾ ആ മൂവി ചേട്ടൻ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ചേട്ടൻ എന്താണ് ആ മൂവിയെ കുറിച്ചുള്ളൊരു ഒപ്പീനിയൻ? ഞാൻ ഈസ്റ്ററിന് ആ മൂവി കണ്ടത്. എനിക്ക് ഹൈലി തെറാപ്യൂട്ടിക് ആയിട്ടുള്ളൊരു ഒരു മൂവിയായിട്ടാണ് തോന്നിയത്. അതെന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്, ഈ വീഡിയോ മൊത്തം എൻ്റെ കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ തെറാപ്യൂട്ടിക് ആണ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു അധ്യാപകരുമായിട്ടുള്ള കുട്ടികളുടെ റിലേഷൻഷിപ്പ് അതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പനും മക്കളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സിബ്ലിങ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് വളരെ രസകരമായിട്ട് അത് അവർ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്തുള്ളൊരു സീക്വൻസാണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സീക്വൻസ്. ഇന്നത്തെ തലമുറയിലുള്ള അധികവും ഇപ്പം ചെറിയ ഇപ്പോൾ +2 കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ അതിലും യങ്ങർ ഏജിൽ തന്നെ ഈ ഡ്രഗ്സൊക്കെ സ്കൂളുകളിലേക്ക് എത്തുന്നുണ്ട്. ഇവരതിലേക്ക് അഡിക്റ്റഡ് ആയി പോകാനുള്ളൊരു കാരണമായിട്ട് അതിൽ പറയുന്നത്, അതിൽ പോലീസ് ഓഫീസർ അൽഫോൺസ് പെർൻ ചെയ്ത ക്യാരക്ടർ ചോദിക്കുന്നത്, നിങ്ങൾക്ക് പോയി കളിച്ചുകൂടെ ഈ പ്രായത്തിൽ നിന്ന്? അപ്പോൾ കളിക്കാനുള്ള ഗ്രൗണ്ടില്ല. ഉള്ള ഗ്രൗണ്ടുകളിൽ മറ്റേ ഇലക്ഷൻ ജാഥകളൊക്കെ വരുന്നു. അതല്ലാതെ ഇപ്പം മാതാപിതാക്കൾ തന്നെ കളിക്കാൻ സമ്മതിക്കുന്നില്ല, ബോൾ പൊട്ടിച്ച് കളയുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ സ്കൂൾ ഗ്രൗണ്ടുകൾ അവിടെ നിൽക്കുമ്പോൾ സ്കൂൾ ഗ്രൗണ്ടിലാണ് സ്കൂൾ ബസ്സുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ കളിക്കാനുള്ളതില്ല. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവ് എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി, ഒരു പുതുമയുള്ളൊരു തോട്ടായിട്ട് തോന്നി. ചേട്ടൻ എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും അത് വലിയ ഒരു പോയിൻ്റാണ്. കാരണം നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനകത്തൊരു സീനുണ്ട്, ബോള് പൊട്ടിച്ച് കളയുന്ന ഒരു സീനുണ്ട്. അതുപോലെ തന്നെ ബിബി പറഞ്ഞതുപോലെ തന്നെ ആ ബസ്സുകൾ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിള്ളേർ കളിക്കാനുള്ള സ്പേസ് ഇല്ല. ഉള്ള സ്പേസിൽ എന്നും ജാഥയും പ്രകടനവും അല്ലെങ്കിൽ സമ്മേളനവും ഒക്കെ നടക്കുന്നു. കുട്ടികൾ കളിക്കാൻ സ്ഥലമില്ല. പിന്നെ അവരെന്ത് ചെയ്യണം? സോ ദേ നീഡ് ടു ഫൈൻഡ് ഔട്ട് അതർ ഓൾട്ടർനേറ്റീവ്സ്. സോ അവർ ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ, ഒന്നിച്ചിരുന്ന് സിഗരറ്റ് വലിക്കാൻ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് അവർ ഇത് ചെയ്യുന്നു. അപ്പം ഈ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുമ്പോൾ അത് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാം. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ പഠനത്തിന് മാത്രം അമിതമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ്, കമ്പാരിസൺസ്, അപ്പം എല്ലാവരും ഒരേപോലെ പെർഫോം ചെയ്യണം, എല്ലാവരും ഫസ്റ്റ് റാങ്ക് മേടിക്കണം, ഇങ്ങനത്തെ ഒക്കെ ചിന്തയുള്ള ഒരുപാട് പേരുണ്ട്. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 ക്യാരക്ടേഴ്സ് ആ മൂവിയിൽ തോന്നിയത്, ഒന്ന് വിജയ് ബാബു അവതരിപ്പിക്കുന്ന മുജീബ് സാറും, ഒന്ന് അജു വർഗീസ് അവതരിപ്പിക്കുന്ന മനോജ് സാറും. മൊത്തം കുഴപ്പമാണല്ലോടാ. അപ്പോൾ ഇത് രണ്ടുപേരും ഒരേ സ്കൂളിലെ 2 അധ്യാപകരാണ്. ഒരാൾ കുട്ടികളുടെ ഫേവറേറ്റ് ആണ്, ഒരാൾ കുട്ടികൾക്ക് ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു അധ്യാപകനാണ്. 2 ടൈപ്പ് ഓഫ് അപ്രോച്ചാണ് കുട്ടികളോടുള്ളത്. അപ്പോൾ ആസ് എ തെറാപ്പിസ്റ്റ് ചേട്ടന് ഇപ്പം അധ്യാപകരെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിലേത് അധ്യാപനം ആണ് നല്ലത് എന്നുള്ളത് ചോദ്യത്തിന് ചേട്ടൻ എന്താ മറുപടി പറയാം? ഞാൻ ഇത് സിമ്പിളായിട്ട് ഒരു തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. നമ്മൾ പഠിച്ച കാലത്ത് നമുക്കിഷ്ടപ്പെട്ട അധ്യാപകരും ഇഷ്ടപ്പെടാത്ത അധ്യാപകരും ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ കളിയാക്കി വിളിച്ചോണ്ടിരുന്ന ആരെയാ? നമുക്ക് ഇഷ്ടപ്പെടാത്ത അധ്യാപകരെ. അപ്പോൾ അതൊരു ദേഷ്യവും കൂടെ പിള്ളേരുടെ. കറക്റ്റ്. അപ്പോൾ ഈ പറയുന്ന ആ മൂവിക്ക് അത് മൂത്രപ്പുരയിൽ എഴുതി വെക്കുന്നതൊക്കെ ദാറ്റ് ഈസ് എ റിയൽ തിങ്. ഒരുപക്ഷെ നമുക്കത് ഇഷ്യൂടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്കത് മനസ്സിലാവും ദാറ്റ് ഈസ് എ റിയൽ തിങ് എന്നുള്ളത്. അപ്പോൾ അതൊരു ദേഷ്യം. ഈ അധ്യാപകർ 2 സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഞാൻ പറയും, ഒരു അധ്യാപകന് ഒരു കുഞ്ഞിൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും, അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും അവർക്ക്. ഇപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമുക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു, ഔസേ പൂട്ടി എന്ന് വിളിക്കും. സോ പുള്ളിക്കാരി അങ്ങനെ വിളിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കവരുടെ ഒരു പ്രത്യേക സ്നേഹവും ഒരു പ്രത്യേക മമതയുമായിരുന്നു. എന്നാൽ ചില അധ്യാപകരുണ്ട്, നമ്മുടെ ഈ മുജീബ് സാറിനെ പോലെ തന്നെ നമ്മളെ ഒരുമാതിരി ശത്രുവായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ അവനെ കൊള്ളില്ല എന്നുള്ള കാഴ്ചപ്പാടിൽ കാണുന്ന ആളുകൾ, അവരോടൊന്നും നമുക്കിപ്പോഴും അക്കോമഡേറ്റ് ചെയ്യാൻ ഇപ്പോഴും നമ്മുടെ മനസ്സ് സമ്മതിച്ചിട്ടില്ല. അത് നമ്മുടെ ദേഷ്യം കൊണ്ടല്ല,
പകരം നമുക്ക് ആ ഒരു കംഫേർട്ട് നമുക്ക് അവിടെ കിട്ടത്തില്ല. അപ്പം ഇത് എല്ലാ കുട്ടികളുടെയും ജീവിതത്തിലുള്ളതാണ്. ഞാൻ ചില കാര്യങ്ങളിലൊക്കെ പറഞ്ഞ ചില പിള്ളേരുടെ ജീവിതം പോലും ചില അധ്യാപകർ നശിപ്പിച്ചിട്ടുണ്ട്. കാരണം അത് അവരുടേതായ പിടിവാശികൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും അവർ ചിന്തിക്കുന്ന രീതിയിൽ കുട്ടികൾ പോകാതെ വരുമ്പോൾ അവരതിനെതിരെ ഭയങ്കരമായിട്ടും അവരെ വിളിപ്പിക്കുക, ഭയങ്കര മോശമാക്കുക. അതായത് കുട്ടികളെ അവർക്കുണ്ടാക്കുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ ദേ ആർ ഗുഡ് ഫോർ നത്തിങ്. അപ്പോൾ ഇപ്പോൾ വിജയ് ബാബു തന്നെ അതിനകത്ത് മുജീബ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, ഇവരെയൊക്കെ എന്തിനു കൊള്ളാം, ഇവരൊക്കെ ഈ സ്കൂളിൽ വരുന്ന എന്തിനു വേണ്ടിയാണ്. സോ ഇൻഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കുട്ടിയോട് നിന്നെ ഒന്നിനും കൊള്ളില്ല, യു ആർ ആബ്സല്യൂട്ട്ലി വേസ്റ്റ്. ചില കുട്ടികൾക്കെങ്കിലും അതൊരു ട്രോമയായിട്ട് ക്യാരി ചെയ്യുന്നു. തീർച്ചയായിട്ടും നമുക്കൊക്കെ ഇടയിൽ വരുന്ന പലർക്കും പലരോടും ചോദിക്കുമ്പോൾ അധ്യാപകർ ക്രിയേറ്റ് ചെയ്ത ട്രോമ ഇപ്പോഴും അവരുടെ ജീവിതത്തെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ചില ഭയങ്ങൾ, പേടികൾ അഡൾട്ട് ആയതിനു ശേഷവും അത്രത്തോളം ഡീപ്പ് വൂണ്ടാണ് ഇത് കുട്ടികളിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, എനിക്ക് അതുപോലെ ആ സിനിമയിൽ തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സീക്വൻസ് ആയിട്ട് തോന്നിയൊരു സംഭവമാണ്, ഇപ്പം ഒരു വാട്സപ്പ് മെസ്സേജ്, ഒരു ബ്രദർ റിലേഷൻഷിപ്സ് ആണല്ലോ മൊത്തം ആ സിനിമ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു ബ്രദർ ചേട്ടൻ പുറത്താണ്, വിദേശത്താണ്, അവനവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനിയന് വായിക്കുന്ന മെസ്സേജാണ് നീ ഇങ്ങോട്ട് വരണ്ട എന്നുള്ള രീതിയിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ റീഡ് ചെയ്യുന്നത് വേറെ രീതിയിലാണ്. അതേപോലെ ക്ലൈമാക്സിൽ വരുന്ന സമയത്താണ് അവനത് പറയുന്നത്, എടാ നീ വായിക്കേണ്ട രീതിയിൽ അത് വായിക്കണം എന്നുള്ളത്. കാരണം നമ്മൾ ഏത് മൂഡിലാണോ നമുക്ക് വരുന്നൊരു മെസ്സേജ്, നമ്മൾ ആ മൂഡിലാണ് നമ്മളത് കൺസീവ് ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കര ശരിക്കും അവനത് നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവൻ്റെ ചേട്ടനോടുള്ള സ്നേഹം കൊണ്ടാണ് അത് പറഞ്ഞത് അല്ലേ. അപ്പോൾ ആ ഒരു സംഭവത്തെക്കുറിച്ച് ചേട്ടൻ എന്താ അഡ്രസ് ചെയ്യാനുള്ളത്? ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഡെയിലി നടക്കുന്ന ഒരു കാര്യം. എനിക്ക് തോന്നുന്നു ആ മൂവിയുടെ ഒരു സക്സസ് എന്ന് പറയുന്നത് പോലും ഇത് റിലേറ്റബിളാണ്. കാരണം നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ചിലർ തമ്മിൽ സംസാരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പോലും ഇപ്പം അതിനകത്ത് ആ സിബ്ലിങ്സ് തമ്മിൽ സംസാരിക്കുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്, എടാ ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്, നിന്നോട് ഞാൻ ഇങ്ങനെയാണ് ഇത് പറഞ്ഞതെന്ന് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത്. ചിലർക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയിട്ട് നമ്മളുടെ മൂഡിൽ നിന്ന് വഹിക്കുമ്പോൾ നമ്മളതിനെ നെഗറ്റീവായിട്ട് കാണുകയും ആ ഒരു റിലേഷൻഷിപ്പ് തന്നെ ബ്രോക്കൺ ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇറ്റ്സ് നോട്ട് അവർ മൂഡ്. അപ്പം നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളെ കാണുന്നതും ഇതിനെല്ലാം കാണുന്നതും നമ്മളുടെ ഇമോഷൻസ് വെച്ചോണ്ടാണ് നമ്മളെല്ലാത്തിനും പെർസീവ് ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ടും നമ്മുടെ ലൈഫിനെ ഇമ്പാക്ട് ചെയ്യും. സോ ഇപ്പോൾ ഏതൊരു മെസ്സേജ് കാണുമ്പോൾ നമ്മളൊന്ന് റിലാക്സ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കുക, അത് തന്നെയാണോ അയാൾ ഉദ്ദേശിച്ചത്, നമ്മൾ തന്നെ ജഡ്ജ്മെന്റിലാവാതെ അവരെ കുറിച്ച് ചോദിക്കുക. പിന്നെ ഉള്ളതൊരു പെർസ്പെക്റ്റീവ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ ഇതുവരെ ചിരിച്ചും കളിച്ചും കണ്ടിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാ വിഷുക്കാലത്തും വിഷുക്കാലം വരുവാണ്, എല്ലാ വിഷുക്കാലത്തും ഒരു ചേട്ടൻ വരാറുണ്ട്, ഇങ്ങനെ പടക്കത്തിന് ഇതാക്കിയിട്ട് ചേട്ടൻ ഓടിപ്പോകുമ്പോൾ വീണ് കിടക്കുന്നത് നമ്മൾ കുടുകൂടാ ചിരിച്ചിട്ടുണ്ട്. ഞാനടക്കം ചിരിച്ചതിന് ഗിൽട്ടായിപ്പോയി ആ സീൻ കണ്ടപ്പോൾ. അതായത് ആ കുട്ടികളൊക്കെ നിൽക്കുന്നു, അതിലൊരു കുഞ്ഞ് വന്നിട്ട് ആ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുന്ന സമയത്ത് അപ്പോൾ ഇത്രയും നാൾ ഞാൻ ചിരിച്ചത് എന്തോ ഒരു കുറ്റം ചെയ്ത പോലെ എനിക്കിൻ്റെ ഉള്ളിലൊരു ഫീല്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന എത്രയും പ്രേക്ഷകർക്ക് അത് തോന്നിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ പെർസ്പെക്റ്റീവ്, നമ്മൾ കാണുന്നൊരു കാഴ്ചയ്ക്ക് വേറെ 2 തലങ്ങളുണ്ടായേക്കാം എന്നുള്ളതിന് അത് ശരിക്കും നമ്മുടെ റിയൽ ലൈഫിൽ അത് അപ്ലിക്കബിൾ ആണോ എന്താണ് ചേട്ടന് പറയാനുള്ളത്? നമ്മളെപ്പോഴും ഒരാൾ വീഴുമ്പോൾ എന്ത് ചെയ്യും? ചിരിക്കുമായിരിക്കും. ഒരാളുടെ വീഴ്ചയിൽ നമ്മൾ ചിരിച്ചു, പക്ഷെ ആ വീണ് കിടക്കുന്നതിൻ്റെ വേദനയെ മനസ്സിലാക്കാൻ അവനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അതെ, ശരിയാണ്. ഇറ്റ്സ് എ റിയൽ പെയിൻ. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരാൾ വീണ് കിടക്കുമ്പോൾ ഒരുപക്ഷെ ആ ഒരു മൂവി ഞാൻ നേരത്തെ പറഞ്ഞില്ല തെറാപ്യൂട്ടിക് ആണ് എന്ന് പറയുന്നത് പോലെ കേരളത്തിൽ ഒന്നുകൂടെ ചിന്തിക്കും, അയ്യോ വീണ് കിടക്കുക, എനിക്കിവിടെ ചിരിക്കാൻ പറ്റുമോ, ഞാൻ ചിരിക്കുന്നത് ശരിയല്ലല്ലോ എന്നുള്ള എൻ്റെ ഒരു ചിരിക്കുന്നത് ശരിയല്ലല്ലോ എന്നതിൻ്റെ മനസ്സിലൊരു ചിന്ത ഈ മൂവി കൊണ്ടു തന്നു. അപ്പോൾ ഇനിയും നമ്മൾ പെട്ടെന്ന് ഒരാൾ വീണ് കിടക്കുന്ന കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യത്തില്ല? ചിരിക്കില്ല. കാരണം അവൻ്റെ വേദനയെ അവിടെ പെട്ടെന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇറ്റ്സ് ഹൈലി തെറാപ്യൂട്ടിക്. അത് നമ്മളൊരു തെറാപ്പിയിലിരുന്ന് പറയുന്നതിനേക്കാൾ എല്ലാം ഒരു 2 മണിക്കൂർ കൊണ്ട് ഇവർ ചെയ്ത് തീർത്ത സാധനങ്ങൾ. വാഴ 2 എന്ന് പറയുന്ന മൂവി കൈൻഡ് ഓഫ് എനിക്ക് തോന്നുന്നത് കുറെ കൂടെ ഒരു റിലേഷൻഷിപ്സിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ അടിത്തറ അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സും റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നത്. അപ്പോൾ റിലേഷൻഷിപ്സിനെ വെച്ചിട്ടാണ് ആ മൂവിയുടെ ഓരോ അടിത്തറ അവർ പണിതിരിക്കുന്നത്. ഭയങ്കര എനിക്ക് തോന്നിയിടത്തോളം നല്ലൊരു സ്ക്രിപ്റ്റിങ്ങും അതിന് മുകളിൽ നിൽക്കുന്ന ഒരു ഡയറക്ഷനും ആ സിനിമയ്ക്കുണ്ട്. അപ്പോൾ അതിലുള്ള റിലേഷൻഷിപ്പ് വാല്യൂസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ചേട്ടൻ എന്താ പറയാനുള്ളത്? അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീഡ് ബിജുക്കുട്ടൻ്റെ ക്യാരക്ടർ അവിടെ മരിക്കുന്നുണ്ട്. ഈ മരിക്കുമ്പോൾ ബിജുക്കുട്ടൻ്റെ ചേട്ടനായിട്ട് അഭിനയിച്ച ആൾ വന്നിരുന്നിട്ട് നമ്മുടെ ആഷനോട് പറയുന്നുണ്ട്, എടാ അവൻ ഇത്ര പെട്ടെന്ന് പോകുമെന്ന് ഞാൻ കരുതിയില്ല. ഭയങ്കര കുറ്റബോധത്തോടുകൂടി അവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. ശരിയാണ്.
ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾ സ്നേഹിക്കാൻ സാധിച്ചിട്ടില്ല. കുട്ടിക്കാലത്ത് ചെറിയ ചെറിയ വഴക്കുകളായിരുന്നു എങ്കിൽ പിന്നീട് വസ്തുവിൻ്റെ പേരിലായി, മറ്റു കാര്യങ്ങളിൽ വഴക്കായി. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്, ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ ആരംഭം ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിക്കുവാന്ന് കൂട്ടിക്ക്. ഇത്രയുമാണെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഒരു പൊട്ട് പോലൊരു സ്ഥലത്താണ്. അതെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ആ പൊട്ടിനകത്ത് നമ്മളിപ്പോൾ ആരോട് ദേഷ്യം കൊണ്ടു നടന്നിട്ട് നമ്മൾ ഒന്നുമില്ലാതെ, ബൈബിളിലൊക്കെ പറയുന്നൊരു കാര്യമാണ്, ഒന്നുമില്ലാതെ ഈ ലോകത്തിലേക്ക് വന്നു, ഒന്നുമില്ലാതെ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പോകും. പിന്നെ എന്തിനാ നമുക്ക് ഈ ദേഷ്യം കൊണ്ട് നടക്കുന്നത്? എന്തിനാണ് ഇപ്പോൾ ഫൊർഗീവ്നെസ് അവിടെ ഭയങ്കരമായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ആ ഫൊർഗീവ്നെസ്സിൻ്റെ ഒരു വാല്യൂ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്, സഹോദരങ്ങളെ നമ്മൾ ക്ഷമിക്കാനുള്ള ഒരു വലിയ കാര്യം അതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ എയർപോർട്ടിലൊരു സീനുണ്ട്. അവർ രണ്ടുപേരും UK പോകുന്നു. അതെ, ഒരു അപ്പൻ മോനെ ഹഗ് ചെയ്തു, ശരിയാ. മറ്റേ അപ്പൻ മോനെ ഹഗ് ചെയ്തില്ല. വരുന്നുണ്ടെങ്കിലും അവർക്കിടയിൽ ആ ഒരു ഇതുവരെ ഹഗ് ചെയ്യാത്തതിന്റെ ഒരു ഫ്രിക്ഷൻ കിടപ്പുണ്ടോ. അവര് ഹഗ് ചെയ്യാനാവും വരുമ്പോൾ രണ്ടുപേരും സ്പ്ലിറ്റായി പോവാ. രണ്ട് തരത്തിലുള്ള അപ്പന്മാർ. എന്ന് വെച്ചാൽ ഈ രണ്ട് അപ്പന്മാരും അവരുടെ ജീവിതത്തിലെ എല്ലാം എന്തിനു കൊടുത്തു? ഈ പിള്ളേരെ UK പോകാൻ വേണ്ടി കൊടുത്തിട്ട് നിൽക്കുന്നവരാ. ശരിയാണ്. പക്ഷെ ആ എക്സ്പ്രസ് ചെയ്യാൻ ഒരപ്പനെ സാധിക്കുന്നുണ്ട്, ഒരപ്പനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ചിന്തിക്കുമ്പോൾ പോലും നമ്മൾ ഇമോഷണൽ ആവുക. സോ അത്രയും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. അതെ. സോ അപ്പം ഇത് വാഴ 2ൻ്റെ ടീം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് മൂവി. അതൊരു ഭയങ്കര തെറാപ്യൂട്ടിക് മൂവി ആയിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത് കണ്ടിട്ട്, അതായത് 2.5 മണിക്കൂർ കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് 1-2 ഇൻസൈറ്റ്ഫുൾ കാര്യങ്ങൾ ഉള്ളിൽ നിന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ആ മൂവിയുടെ വിജയമാണ്, മൂവിയുടെ ഡയറക്ടറുടെ വിജയമാണ്, ടീമിൻ്റെ വിജയമാണ്, റൈറ്ററുടെ വിജയമാണ്, അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരുടെ വിജയമാണ്. അതുപോലത്തെ കൂടുതൽ കണ്ടന്റ് വീഡിയോകൾക്കായിട്ട് പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്ലീസ് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു കേട്ടോ. താങ്ക് യു.